എടാ അപ്പു, നീ ഏടിയാട് ഇത്ര നേരത്തന്നെ? ടിഫിനൊന്നും വേണ്ടേ? എടാ ആ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടിട്ട് പോടാ. എടി, നീ എന്താ ഇങ്ങനെ? ആരോടാ ഇത്ര രാവിലെ തന്നെ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? എന്താ പറയാ രമേശേട്ടാ, സ്കൂളിൽ പോണ്ട സമയം വരെ ആയിട്ടില്ല. അപ്പു അത് ഓടിപ്പോന്ന് നേരത്തന്നെ. അത് ശരി. അപ്പൊ ഇനി സംഭവം ഒന്നും അറിയില്ലേ? ഇല്ല. എടി, ഓന്റെ സ്കൂളിലെ അത് അന്താരാഷ്ട്ര ലെവലിലേക്ക് ഉയരാൻ പോവല്ലേ? അത് ശരി. ആടെ ഒരു പ്രത്യേകതയുണ്ട്. അതാ ഓൻ വേഗം പോയേ. ഏത്? നമ്മുടെ മുക്കോ സ്കൂളാ? അതിപ്പോ തന്നെ ഉഷാറല്ലേ? എടി, കുട്ടികളിലെ കായികക്ഷമത ഒന്നുകൂടെ ഉഷാറാക്കാൻ സ്പോർട്സ് കോംപ്ലക്സാ വരാൻ പോന്ന്. ഫുട്ബോളിലും ക്രിക്കറ്റിലും ഒക്കെ പുതിയ പ്രതിഭകളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യമുള്ള ഒരു ടർഫ് ഗ്രൗണ്ട് ആടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുക. നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹിമാന ഉദ്ഘാടനം ചെയ്യുന്നത്. അതാ അപ്പു നേരത്തെ തന്നെ വെച്ച് പിടിച്ച്. അപ്പൊ കാലത്തിനും ട്രെൻഡിനും ഒപ്പം എന്നും മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? അതെ, അക്കാദമിക കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ കാലത്തിനും കലയ്ക്കും കായികത്തിനുമൊപ്പം മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിന് ഇത് സ്വപ്ന സാക്ഷാത്കാരം. എയ്ഡഡ് സ്കൂളുകളുടെ ചരിത്രത്തിൽ കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി ഫുട്ബോൾ ടർഫ് ഗ്രൗണ്ട് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഡിസംബർ 7 ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് സ്കൂൾ മാനേജർ വത്സൻ മടർത്തിൽ സ്വാഗതമോതുന്ന വേദിയിൽ തിരുവമ്പാടി MLA ശ്രീ ലിൻഡോ ജോസഫിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കായിക വഖഫ് ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഭാരതത്തിന്റെ അതുല്യനായ ഫുട്ബോൾ താരം ശ്രീ IM വിജയൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുന്നു. വിദ്യാർത്ഥികളെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായി നിർമ്മാണം പുരോഗമിക്കുന്ന സ്പോർട്സ് കോംപ്ലക്സിന്റെ ഭാഗമായ ഈ ടർഫ് ഗ്രൗണ്ട് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമാണ്. ചടങ്ങിലേക്ക് മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.